ജന്മാദ്യസ്ഥേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 2-ാം സ്കന്ധം 6-ാം അധ്യായം 36-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. നാരദൻ്റെ സംശയം, ഏതിൽ നിന്ന് ലോകമുണ്ടായി, എങ്ങനെയൊക്കെയാണ് ആ ഉണ്ടാവലുണ്ടായത്, ഉണ്ടാവലിൻ്റെ രീതിക്രമം, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ ലയിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഏത് ക്രമത്തിൽ സൃഷ്ടിയുണ്ടായി, ആ ഭഗവാനിൽ തന്നെ ഇത് നിലനിന്ന് മറ്റൊരു സമയത്ത് ഭഗവാനിൽ ലയിച്ച് ചേർന്നില്ലാതാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വിരാട്ടായിരിക്കുന്ന 14 ലോകവും ഉൾക്കൊള്ളുന്ന അത്രയും വലിയ അടങ്ങിയ ആ ശരീരം ഭഗവാന്റെ സ്ഥൂല ശരീരത്തിനാണ് വിരാട്ട് എന്ന് പറയുന്നത്. വിരാട്ട് എന്നാണ് അതിനെ പറയുക സാങ്കേതികമായിട്ട്. ആ വിരാട്ടിൻ്റെ ശക്തികൾ ഏതൊന്നിൽ നിന്ന് ഏത് പ്രകാരമൊക്കെ ഉണ്ടായി എന്ന് വർണ്ണിച്ചു. അത് ഭഗവാന്റെ ശക്തി വർദ്ധിക്കാനായിട്ട്, ഭഗവാന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയല്ലേ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഒരാൾക്കും ഭഗവാനും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദിച്ചാൽ പറയാൻ സാധിക്കണമല്ലോ. വിശ്വാസമുള്ളവർക്ക് പറയാൻ സാധിക്കണം, കടന്ന് പരിങ്ങിയാൽ പോരാ. എന്താ ഇപ്പോൾ ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? ആ ഒരു കാര്യമായ വ്യത്യാസം നമ്മളിൽ നിന്നല്ല ഈ ലോകം ഉണ്ടായത്, ഭഗവാനിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്. അത് വലിയൊരു കാര്യമാണ്, ഒരു പോയിൻ്റാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഭഗവാനിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു, ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത ചോദ്യം, ഭഗവാൻ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ നമ്മൾ എന്തിനാണ് ഉപാസിക്കുന്നത്? ആ ഭഗവാനെക്കുറിച്ച് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവർക്കൊക്കെ ബന്ധഭ്രാന്തുണ്ടാവുന്നില്ല, ഏതാ സമയം ഈശ്വരനെ വിചാരിച്ചും കൊണ്ടിരിക്കുക, ഈശ്വര കാര്യങ്ങൾ ചിന്തിച്ചും കൊണ്ട് നടക്കുക, വേറെ പണിയൊന്നും ഇവർക്കില്ലേ എന്ന്. കാരണം അവർക്കിപ്പോൾ അതൊന്നും വേണമെന്നില്ല, ലോകകാര്യങ്ങളെ വേണമെന്നുള്ളൂ. അങ്ങനെ 2 തരത്തിലാണല്ലോ ആൾക്കാർ. ബ്രഹ്മാവ് പറയണം അങ്ങനെയല്ല, നമ്മൾ അറിയാതെ തന്നെ ഭഗവാന്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഭഗവാൻ നമ്മളെ സഹായിച്ചത് അറിയും കൂടിയില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനെ പഴിക്കും. നല്ലത് വരുമ്പോൾ ഭഗവാനോട് നന്ദി പറയുമോ? അവിട്ടില്ലേനെ. നമ്മുടെ ചിലരുടെ സ്വഭാവം അത്. ഇങ്ങനെ കഷ്ടപ്പെടുത്തുക, എന്താ ഇപ്പം ഞാൻ ഭഗവാനെ വിചാരിച്ചിട്ട് കാര്യം എന്ന്, ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ നമ്മളിടയ്ക്ക് പറയും. ഇത് നല്ലത് ഒരുപാട് തരുന്നുണ്ട്, അതിന് ഭഗവാനോട് നന്ദി പറയുന്നുണ്ടോ? ഇല്ലേനെ. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ നന്ദി കെട്ടവരല്ലേ. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ലേശം രോഗം വന്നപ്പോൾ കിഡ്നി പോയവരും ലക്ഷങ്ങൾ ചിലവാക്കിയത് മാറ്റി വയ്ക്കേണ്ട ആളുകളും ഉണ്ട് ഇല്ലേ? അത്ര വരുന്നവരേക്ക് അത് വന്നില്ലല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാമല്ലോ. അപ്പോൾ ചില്ലറ വിഷമങ്ങളെ ഉണ്ടാവുള്ളൂ ഇരിക്കും. അതെങ്ങനെ വന്നു? അത് വലിയ വിഷമങ്ങളെ ചെറുതാക്കിയതാണ് എന്ന് തന്നെ വിചാരിക്കണം. സംശയമൊന്നും ആ കാര്യത്തിൽ വേണ്ട. കാരണം നമ്മളെക്കാൾ എത്രയോ ബുദ്ധിപരമായി
ചിന്തിച്ച് അസത്യം പറയാത്ത മഹാത്മാക്കളാണ് ഭഗവാൻ മാഹാത്മ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്. മഹാത്മാക്കൾ തന്നെയാണ് അവർ, ഒരു സംശയമില്ല. അതീന്ദ്രിയ ജ്ഞാനം അടക്കം അനുഭവിച്ച് എല്ലാവർക്കും അത് ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞ് ഭഗവത് ഭജനത്തിന് പ്രേരണ നൽകിയിരിക്കുകയാണ് അവർ, ഗ്രന്ഥങ്ങളിൽ കൂടിയിട്ടും അവരുടെ അനുഭവങ്ങൾ കൂടിയിട്ടും. അപ്പോൾ ആ പറഞ്ഞത് വെറുതെ ആവുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവണതാണോ? അതിലൊരു കാര്യം ഉണ്ടാവും. കാരണം ഇതിപ്പോൾ എല്ലാവരിലും അടിച്ചേൽപ്പിച്ചിട്ട് അവർക്ക് യാതൊരു കാര്യമില്ല. പൈസ കിട്ടുമോ, അവർക്ക് പേര് കിട്ടുമോ, ഒന്നും കിട്ടാൻ പോണില്ല. അവരൊക്കെ മൺമറഞ്ഞു പോയി. പക്ഷേ ഭാവി തലമുറ ഈ സംസാരത്തിൽ വന്നിട്ട് ഒരു രക്ഷാമാർഗവും ഇല്ലാതെ അലയരുത് എന്ന് കരുതി സതുദ്ദേശം മാത്രം വെച്ചിട്ട് ഒരു ധനനേട്ടമോ കീർത്തിയോ കിട്ടണം എന്നില്ലാതെയാണ് ഈ ആശയങ്ങൾ അവർ പറഞ്ഞു വെച്ചത്. അപ്പം അതിനെ ബ്രഹ്മാവ് പറഞ്ഞു, നതോസ്മ്യകം തച്ചരണം സമീയുഷാം. ഉണ്ട് നാരദ, ആ ഭഗവത് പാദത്തിൽ ആശ്രയിക്കുകയല്ലാതെ വേറൊരു മാർഗം പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന ജീവനില്ല. അത് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെ സാധിക്കുകയുള്ളൂ. വേറൊരു സൃഷ്ടിക്കും അതിനുള്ള കഴിവില്ല. അപൂർവം ഉണ്ടായിരിക്കാം ചില ജീവികൾ, ഭക്തന്മാരെ ഭക്തിയുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥയിലും ചില അനുഭവങ്ങളിലൊക്കെ ഉണ്ടാവാം, ഇല്ല എന്നില്ല. അത് പൂർവ്വ സുഹൃതം കൊണ്ട് ആ മൃഗമായിട്ടോ പക്ഷിയായിട്ടോ വന്നു എന്നുള്ളതുകൊണ്ടാണ്. ശരീരം പക്ഷിയുടെ ആവാം, മൃഗത്തിൻ്റെ ആവാം, പക്ഷിയുടെ ആസനയുണ്ട്. അധികവും മനുഷ്യനെ അതിനുള്ള കഴിവ് ഉള്ളൂ. അതുകൊണ്ട് ഭവച്ഛിതം സ്വസ്തിയേനം സുമംഗളം. ഭഗവത് ഭജനത്തിൻ്റെ ആ ഒരു ആനന്ദം അനുഭവിക്കാൻ മനുഷ്യനല്ലാത്ത ജീവികൾക്ക് കഴിയില്ല. എന്നാൽ ആ ജീവികൾക്കും ഉണ്ട് സുഖദുഃഖങ്ങൾ. ദുഃഖമുണ്ട്. ഒരാൾ കല്ലെടുത്തെറിഞ്ഞു, വേദനിച്ചിട്ട് നായ നിലവിളിക്കുന്നില്ലേ, പട്ടി നിലവിളിക്കുന്നില്ലേ, പക്ഷിയെ പിടിച്ചു, അത് വേദനിച്ച് പേടിച്ച് പടയുന്നില്ലേ. ഈ സംസാര ദുഃഖങ്ങൾ ശരീരമെടുത്തവർക്കൊക്കെ ഉണ്ട്. പക്ഷെ ആ സംസാര ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മനുഷ്യന് മാത്രമേ അറിയൂ. അവിടെ അതിൻ്റെ രസം. ദുഃഖം എല്ലാ ജീവികളും അനുഭവിക്കുന്നുണ്ട്, അത് ഒരുപോലെയാണ്. സുഖം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മനുഷ്യന് മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കണം. മനുഷ്യന് തുല്യമായിട്ടുള്ള വാസനയുള്ള ചില ജീവികൾക്കും ആവാം. ജഡായു, ഹനുമാൻ ഇതൊക്കെ അതിൽ പെട്ടവരാണ്. അല്ലാത്തവർക്കാർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഭവച്ഛിതം എന്ന് പറഞ്ഞത്. എന്താ ഭവച്ഛിതം? ഭവം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. സംസാരം എന്നാണ് ഇവിടെ അർത്ഥം. ശിവൻ എന്നൊരർത്ഥമുണ്ട്, മംഗളം എന്നൊരർത്ഥമുണ്ട്. ഭവത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. സംഭവിച്ചത് എന്നൊരർത്ഥമുണ്ട്. ഉണ്ടായതൊക്കെ ഭവമാണ്. അപ്പം ഇവിടെ ഭവത്തിൻ്റെ അർത്ഥം എന്താ? സംസാരബന്ധം എന്നാണ്. സംസാരവുമായിട്ട് ബന്ധിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ദുഃഖം ഉണ്ടായാലും ബന്ധമില്ലെങ്കിൽ ആ ദുഃഖം നമ്മളെ ബാധിക്കില്ല എന്നാണ്. അപ്പം ദുഃഖമല്ല ദുഃഖത്തെ തരുന്നത്, ദുഃഖവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. ആ ഒരു വലിയ കണ്ടുപിടുത്തമാണ് ആത്മീയം തന്നെ. ആത്മീയം എന്ന് പറഞ്ഞാൽ സമ്മൻ സബ്സ്റ്റൻസിൽ എന്താ ചോദിച്ചാൽ ഇത് പറയാൻ പറ്റും. ദുഃഖം ഉണ്ടാവും, പക്ഷെ ആ ദുഃഖത്തെ നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ എങ്ങനെ മനസ്സിനെ ആക്കി തീർക്കാം, സർക്കസ്, ആ വിദ്യയാണ് ബ്രഹ്മവിദ്യ. അത്രയേ ഉള്ളൂ. അതിനെന്താ വേണ്ടത്? ഭഗവാനെ ഭജിക്കുക. ആ തത്വമായിട്ട് നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം സംസാരത്തിന് നമ്മൾ വിടും. ഭവച്ഛിതം സ്വസ്തിയേനം സുമംഗളം. ക്ഷേമത്തെ നൽകുന്നതും എല്ലാ മംഗളങ്ങളും നൽകുന്നതും യോ ഹ്യാത്മമായയാ വിഭവം അനുപര്യകാത് യഥാ നഭസ്വാന്തരമഥാപരേകുത. ആ ഭഗവാന്റെ മഹത്വം, ആകാശത്തെ അറിയാത്തതുപോലെ ഭഗവാന് പോലും അറിയില്ല. ഭഗവാന് പോലും തൻ്റെ മഹത്വം അറിയില്ല എന്നാണ് പറയണത്. ഇപ്പം ഭഗവാനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ് ഏതാ? ഭഗവാനെക്കുറിച്ച് അറിയില്ല എന്നുള്ള അറിവ്. അങ്ങനെ ഒരു അറിവുണ്ടോ? അതുമുണ്ട്. ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധ്യമല്ല എന്ന അറിവാണ് ഭഗവാനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ് എന്നാണ്. അതാണ് ഒരു ശിഷ്യൻ
അവിടെ ഗുരുനാഥൻ ചോദിച്ചു, എന്തേ നീ ഇത്രയും പഠിച്ചിട്ട് മനസ്സിലായി? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇതൊന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായി ഗുരുനാഥ. നന്നായി, അതന്നെ മനസ്സിലാവേണ്ടത്. അപ്പം നീ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി എന്നർത്ഥം. ഇത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായില്ലോ. അതാണ് ഭഗവാനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ്. നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. നാഹം നൈവ്യം എതിർതാംഗതിം വിദുർനവാമദേവക്യമുദാപരേ സുരാഹ എന്മായ മോഹിതബുദ്ധയസ്ഥിതം വിനിർമ്മിതം സ്വാത്മസമം വിചക്ഷ്മഹേ. ഇതുവരേക്കും ഭഗവാന്റെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് ശ്ലോകങ്ങളിൽ ഇന്നലെ മുതൽക്ക് 34-ാമത്തെ ശ്ലോകം മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട്. ഭഗവാനെ സ്തുതിക്കുക, ഭഗവത് മഹാത്മ്യം പറയലായി. പിന്നെ സൃഷ്ടി കഴിഞ്ഞു തൽക്കാലം. അപ്പം ഇനി എന്തിനാ പറയണത്? ആ ഭഗവാനെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് ബോധിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ മഹാത്മ്യം, വാമദേവൻ വലിയൊരു ഋഷിയാണ്. അദ്ദേഹത്തിന് സർവജ്ഞനാണ് നോക്കിയപ്പോൾ, പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാ വാമദേവ, എന്നാ വാമദേവൻ അറിയില്ല. കിമുദാപരേ, പിന്നെ ബാക്കിയുള്ളവരെ പറ്റിയിട്ട് എന്ത് പറയാൻ? ആർക്കും തന്നെ ഭഗവാൻ സൃഷ്ടിച്ച നമ്മളായ അല്പബുദ്ധികളിൽ വെച്ച് അല്പബുദ്ധികളായ നമുക്ക് എങ്ങനെ ആ ഈശ്വരനെ അറിയാൻ കഴിയും? അത്ഭുതമൊന്നുമില്ല, അറിയാൻ കഴിയില്ല എന്നുള്ളതിൽ. മോഹിതബുദ്ധയ, ആ ഭഗവാനാൽ മോഹിപ്പിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയിട്ടാണ് എതിർതാം ഗതിയും, യാതൊരുവൻ്റെ പരമാർത്ഥ രൂപത്തെ ന വിധു, അറിയുന്നില്ല. മോഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലത്തെ സംഗതികളാണ് സത്യം എന്നും അത് തന്നെ ഉള്ളൂ എന്നും ഇങ്ങനെ മോഹം ഉണ്ടാവുക. സത്യമായിട്ടുള്ളൊരു സംഗതിയല്ല, അതിൽ മോഹം ജനിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ഒരു വിദ്യ, മായ. അതുകൊണ്ട് അധികം ആൾക്കാരും ജീവികളെ പോലെ അവരുടെ ജീവിതം കളയുകയാണ്. സംസാരം മാത്രമാണ് ശരി എന്നും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഈശ്വരനുണ്ട് എന്നും മായ കൊണ്ട് അറിയുന്നില്ല. ആ മായ എല്ലാവരെയും ബാധിക്കണം. ശിവനെ അടക്കം ബാധിച്ചു, അതിലപ്പുറമുണ്ടോ ബാക്കിയുള്ളവർ? അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ മോഹിനി വേഷം സ്ത്രീ അല്ല എന്ന് ധരിച്ചില്ല. എന്നാൽ ആ സംഭവങ്ങളുണ്ടാവുമായിരുന്നു. അപ്പോൾ ശിവനെ അടക്കം മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ മായ. വിഷ്ണുവിനെ മോഹിപ്പിക്കുന്നവനാണ്, തെറ്റൊന്നുമില്ല. സാത്വിക ഗുണത്തിലുള്ള വിഷ്ണുവിനെ മോഹിപ്പിക്കും. നിർഗുണത്തിലുള്ള ഈശ്വരനാണ് യഥാർത്ഥ ഈശ്വരൻ. ആ ഈശ്വരൻ ഒന്നിലും കുടുങ്ങണില്ല. ത്രിമൂർത്തികളടക്കം അതിൽ കുടുങ്ങേണ്ടതാണ്. സ്വാത്മസമം, അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് കാണുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഈ ആത്മീയ വിഷയങ്ങൾ ഒരുപാട് സാധാരണ വിഷയങ്ങളിൽ ചർച്ചാ വിഷയം ആക്കണ്ട എന്നാണ്. പറയാനുള്ള സദസ്സിൽ പറയാം, അതിന് കേൾക്കാൻ തയ്യാറുള്ളവരോട് എന്നല്ലാതെ അതന്നെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ കുറച്ച് എങ്ങനെ പറയാൻ എത്ര പാടും. ഒരുപാട് ഒരു പോയിൻറ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് അറിവില്ല. അറിവില്ലാത്തതിനെ എന്തിനാണ് നമ്മൾ സർവജ്ഞനാണ് എന്ന് വിചാരിച്ചിട്ട് പറയണത്? അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ഇങ്ങനെ പറഞ്ഞ് ഓടാനേ പാടൂ എന്നാണ് പറയുക. ഒന്നിൽ തന്നെ പറഞ്ഞ് അധികം നിൽക്കണത് ഗുണമില്ല. കാരണം ഓരോരുത്തരുടെ അനുഭവം ഓരോന്നാണ്. ഏറ്റവും അധികം ഇംഗ്ലീഷിൽ പറയുന്നത് സബ്ജക്റ്റീവാണ് ആത്മീയം, സബ്ജക്റ്റീവാണ്. അതിനൊരു ജനറലൈസേഷൻ സാധ്യമല്ല. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിനിർമിതം സ്വാത്മസമം, അവനവന് തോന്നുന്ന വിധത്തിൽ ബോധ്യമാവണം. എനിക്ക് തോന്നിയ പോലെ ആവണം എന്നില്ല വേറൊരാളുടെ അനുഭവം, മറ്റൊരാളുടെ അനുഭവം വേറൊന്നാവാം. അതിനെ എന്തിനാ വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യം? ഓരോരുത്തർ നിൽക്കുന്നതൊക്കെ എത്ര വലിയ ബുദ്ധിപരമായ കാര്യമാണ്. ഓരോരുത്തർ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ അവർ നിന്നോട്ടെ, അതിനെ ഇളക്കി തീർക്കാൻ പോകണ്ട എന്നാണ് ഗീതയിലും പറയണ്ട. കൃഷ്ണ ഭിന്ന വിചാലയേത്, ഓരോരുത്തരുടെ അവസ്ഥയിൽ നിന്ന് അവരെ ഇളക്കി തീർക്കരുത്, നിലയിൽ നിന്ന് ഇളക്കി തീർക്കരുത്. അപ്പോൾ ഇവിടുന്ന് വിടുകയും ചെയ്യുക, അവിടെ എത്തൂല്ല. അങ്ങനെ വേണ്ട. അവരവർക്ക് അനുഗുണം ഭജനം അനുഭവം അത് ഉണ്ടാവുകയാണ്.
ചെയ്യുന്നത്. അതാണ് ഇവിടെ ആനയെ കാണാൻ പോയ കുരുടന്മാരുടെ കഥ പറയണ പോലെ അല്ലേ. ഓരോ ഭാഗം പിടിച്ചിട്ട് അങ്ങനെയാണ് ആന എന്ന് പറയും. ഇതൊന്നും അല്ലല്ലോ ആനയെ മുഴുവൻ കണ്ടവർക്കേ ആനയുടെ സ്വരൂപം അറിയുള്ളൂ. മുഴുവൻ കണ്ടവർ ഈ വിഷയത്തിലില്ല. ആനയുടെ വിഷയത്തിലുണ്ടാവാം, ഈശ്വര വിഷയത്തിൽ മുഴുവൻ കണ്ടവരില്ല. അതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഈശ്വരനെക്കുറിച്ച് മുഴുവൻ അറിയുന്നവരാരുമില്ല. തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. പിന്നെ ഇപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അറിയാൻ കഴിയാത്തതിനെ അങ്ങോട്ട് ഒഴിവാക്കുക അങ്ങനെയാണോ? അതല്ല. യസ്യാവതാര കർമാണി ഗായന്തി കസ്മദാദയ നയം വിന്ദന്തി തത്വേന തസ്മൈ ഭഗവതേ നമ. ഒരു കാര്യം ചെയ്യാനുണ്ട്, ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കണ്ട. ആ ഭഗവാനെ നല്ലപോലെ നമസ്കരിക്കുക. ഭഗവാനെ അറിയാൻ സാധ്യമല്ല എന്ന സത്യം അങ്ങോട്ട് സമ്മതിച്ചിട്ട് ആ ഭഗവാനെ ഉപാസിക്കുക. അറിയില്ല എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാവണം. അറിയില്ല, അറിയാൻ കഴിയില്ല, അറിയില്ല, അറിയാൻ കഴിയില്ല, അറിയില്ല, അറിയാൻ കഴിയില്ല. ഇതാണ് ഉറപ്പിക്കേണ്ടത്. അറിയാൻ കഴിയും എന്നല്ല. ഒക്കെ വലിയ കാര്യങ്ങളാണ്. ഭഗവാനെ അങ്ങേ എനിക്കറിയാൻ സാധ്യമല്ല. എൻ്റെ അല്പബുദ്ധി കൊണ്ട് എന്തറിയാൻ പറ്റും? ജാനന്ത ഏവ ജാനന്തു. ബ്രഹ്മാവ് വത്സസ്തയത്തിൽ പറഞ്ഞിട്ടുണ്ട്, പശുക്കളെയൊക്കെ മറച്ച് ഭഗവാനെ കളിയാക്കാൻ ശ്രമിച്ചപ്പോഴേ ഒരുപാട് വിഷ്ണു സ്വരൂപമാണ് കാണിച്ചു കൊടുത്തു. ഭഗവാൻ്റെ കളിക്കാനുള്ള സാധനമല്ല, നേരെ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് വെള്ളം കുടിച്ചു. പറഞ്ഞു, അറിയണവരങ്ങേ അറിഞ്ഞോട്ടെ, ഭഗവാനെ എനിക്ക് സാധ്യമല്ല, അതാ ഞാൻ അടിയറവ് പറയണു എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. എല്ലാ വേദങ്ങളും കാണാപ്പാടാക്കിയ ആളാ പറയണം, എനിക്ക് അങ്ങേ അറിയാൻ കഴിയില്ല. ജാനന്ത ഏവ ജാനന്തു. കഴിയണവർ അറിഞ്ഞു എന്ന് അഭിമാനിച്ചോട്ടെ. എനിക്ക് പറ്റില്ല, എനിക്കറിയാൻ കഴിയില്ല എന്ന് സമ്മതിക്കുക. യസ്യ അവതാരകർമാണി. അവതാരകർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പാടുക, കീർത്തിക്കുക, പറയുക, അതുകൊണ്ട് തെറ്റില്ല എന്നാണ്. അപ്പോൾ ഈശ്വരൻ്റെ അനുഭവം നമുക്കുണ്ടാവും. അനുഭവവും അറിവും ഒന്നല്ല. പിന്നെ എങ്ങനെയാണ് അനുഭവം ഉണ്ടാവുക? അറിവില്ലെങ്കിൽ ഉണ്ടാവുമല്ലോ. യസ്യ അവതാരകർമാണി ഗായന്തി ഹസ്മദാദയ. നാരദ, ബ്രഹ്മാവായ ഞാനടക്കം ആ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് കീർത്തിച്ച് അനുഭവം നേടുന്നു. നയം വിന്ദന്തി തത്വേന. ഏതൊരു ഭഗവാനെ മുഴുവനെ അറിയാൻ കഴിയില്ലയോ ആ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ്ട് അടിയറവ് പറയുക. അപ്പോൾ അറിവില്ലാത്ത സംഗതിയെക്കുറിച്ചിട്ട് എങ്ങനെ അനുഭവിക്കാൻ പറ്റും? അതിന് ഒരു അത്ഭുതമില്ല. ലോകത്തിൽ ഒരുപാട് ഉദാഹരണം ഉണ്ടാകും. പായസം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും ഇല്ലേ. കുറച്ചും കൂടി കിട്ടിയാൽ വേണ്ടില്ല കേട്ടോ, നന്നായിട്ടുണ്ട്, അത് ആരാ ഉണ്ടാക്കിയേ? അപ്പോൾ ആ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പായസം എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഈ കഴിക്കണവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നുണ്ടോ? കഴിക്കണവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അയ്യോ അതൊക്കെ പറ്റില്ല കേട്ടോ പറയും. അപ്പോൾ അനുഭവം ഉണ്ടായില്ലേ? അപ്പോൾ അറിവാണോ അനുഭവം? അല്ല. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഈ സംഗീതം. അയാൾ ചോദിക്കുക, അയാൾക്ക് രാഗവും താളമൊന്നും അറിയാണ്ടപ്പോൾ അയാൾ എന്തുദ്ദേശിച്ചപ്പോൾ ഇത് കേൾക്കണം. അത് സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അറിവുള്ളവരെ അറിഞ്ഞ് കേൾക്കും, അറിവില്ലാത്തവരെ അറിയാതെ കേൾക്കും. അറിയാതെ ആസ്വദിക്കാൻ പറ്റും സംഗീതം. അല്ലേ, താളം പിടിക്കുന്ന കേൾക്കാല്ലേ, തല കുലുക്കണ കാണാല്ലേ, ഒരു ചുക്കും അറിയണ്ടാവില്ല. അറിയണമെന്നില്ല. അപ്പം അറിവല്ല പലപ്പോഴും അനുഭവം തരുന്നത്. നല്ലൊരു സംഗീതം കേട്ടാൽ ജീവികളടക്കാതെ ആസ്വദിക്കണം. ജീവികൾ പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ടോ? ജീവികൾ സംഗീതം പഠിച്ചിട്ടില്ലല്ലോ. ആ പശു ഓടക്കുഴൽ ആസ്വദിക്കുന്നു കൃഷ്ണൻ്റെ എന്ന് പറഞ്ഞു. പക്ഷികൾ ഓടക്കുഴൽ ആസ്വദിക്കുന്നു, അവർക്ക് രാഗതാളങ്ങൾ അറിഞ്ഞിട്ടല്ല. അപ്പോൾ രാഗതാളങ്ങൾ അറിഞ്ഞ നിർബന്ധമില്ല സംഗീതം കേൾക്കാൻ. പാടാൻ അറിയണം. പാടാൻ അറിഞ്ഞാലേ പാടാൻ പറ്റും. കേൾക്കാനോ ആസ്വദിക്കാനോ അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മജ്ഞാനം വേണം എന്നില്ല. സംഗീതത്തിൻ്റെയും കൂടി ഒരു പ്രത്യേകതയാണ്. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആസ്വാദകരുണ്ടാവും. യേശുദാസ് പാടാൻ വന്നാൽ അതെല്ലാവരും പാട്ട് പഠിച്ചവരാ? ഒരിക്കലുമല്ല. അപ്പോൾ അറിഞ്ഞിട്ട് വേണമെന്നൊന്നുമില്ല, അറിയാണ്ടിയും ആസ്വദിക്കാം. യസ്യാവതാര കർമാണി ഗായന്തി അസ്മദാദയ. സൂര്യൻ്റെ പ്രകാശം നമ്മളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഒരു നിമിഷം സൂര്യൻ ഇല്ലാണ്ട് പകൽ കഴിയാൻ വയ്യാന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ സൂര്യനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. സൂര്യൻ എത്ര കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന്, എത്ര ടെമ്പറേച്ചറാണ് സൂര്യൻ ഉള്ളത്, ആർക്കെങ്കിലും അറിയോ?
സൂര്യനെ പറ്റി നമുക്കൊന്നും അറിയില്ല, പക്ഷേ സൂര്യനെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അറിവല്ല അനുഭവം. അതുകൊണ്ട് അറിയാതെ ഭഗവാനെ അനുഭവിക്കുക നല്ലത്. ഒന്നും അറിയില്ല എന്നങ്ങോട്ട് സമ്മതിച്ചിട്ടുള്ളൊരു അനുഭവം ഉണ്ടല്ലോ, അതിന് കുറച്ചും കൂടി സുഖം കൂടും എന്നാണ്. കാരണം ഈ അറിവുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥൂല സൂക്ഷ്മങ്ങളിലേക്ക് ആവും ശ്രദ്ധ പോവുക. പറയണുള്ള ഒരാൾ പാട്ട് കേൾക്കുമ്പോൾ അവിടെ തെറ്റിയിട്ടുണ്ടോ, ഇവിടെ തെറ്റിയിട്ടുണ്ടോ, അവിടെ അടുത്തത് ശരിയായോ, ഇതൊക്കെ നോക്കിയിട്ടാണ് കേൾക്കുക. അയാൾക്കത് ആസ്വദിക്കാനുള്ള സമയം ചുരുക്കം ഉണ്ടാവില്ല. അവിടെ താളം തെറ്റിയോ, ഇവിടെ രാഗം തെറ്റിയോ. പക്ഷേ ഇതൊന്നും അറിയാത്ത ആൾ സുഖമായിട്ട് കേൾക്കണു. അപ്പോൾ പലപ്പോഴും അറിവാവണമെന്നില്ല യഥാർത്ഥ ആനന്ദത്തിൻ്റെ ഉറവിടം. അതിൻ്റെ സൂക്ഷ്മത്തിലേക്ക് കടക്കാതിരിക്കുക നല്ലത് എന്നും കൂടി ചിലർ പറയുന്നുണ്ട്. സ ഏഷ ആദ്യപുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജ ആത്മാത്മന്യാത്മനാത്മാനം സന്ധ്യച്ഛതിജ പാതിജ. ആ ഭഗവാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു, നിലനിൽക്കുന്നു, സംരക്ഷിക്കുന്നു ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. കൽപ്പേ കൽപ്പേ, ഓരോരോ കൽപ്പത്തിലും ഓരോരോ പ്രളയകാലം വരുമ്പോൾ ഇല്ലാണ്ടാവും ലോകം, അടുത്ത സൃഷ്ടികാലം വരുമ്പോൾ ഉണ്ടാവും ലോകം. ആ ഭഗവാൻ ഇതൊരു ലീലയായിട്ട് ഇങ്ങനെ നടത്തുന്നു. ആത്മാത്മന്യാത്മനാത്മാനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. 4 ആത്മാവുണ്ട് ആ വാക്കിൽ. ആത്മാ ഒന്നാമത്തെ, ആത്മനി രണ്ടാമത്തെ, ആത്മനാ മൂന്നാമത്തെ, ആത്മാനം നാലാമത്തെ. ആത്മാ ആത്മന്യ ആത്മന ആത്മാനം. ഒന്നിച്ച് വായിക്കുമ്പോൾ ആത്മാത്മന്യാത്മന ആത്മാനം. തെറ്റാതെ വായിക്കണമെങ്കിൽ ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം. അങ്ങനെ കുറേ വാക്കുണ്ട് സംസ്കൃതത്തിൽ. ആത്മാത്മന്യ, അവിടെ ത്മാത്മാന്ന് 2 പ്രാവശ്യമാണ് വരണം. ആത്മാത്മ ആദ്യം വായിച്ച് പഠിക്കണം. ആത്മാത്മ, ആത്മനി മൂന്നാമത്തെ, ആത്മാത്മനി ആത്മന ആത്മാനം സംരക്ഷിത പാതിജ. അർത്ഥമോ ആത്മാ സ്വയം, സ്വയം എന്നാണ് ആദ്യത്തെ ആത്മാവിൻ്റെ അർത്ഥം. ആത്മാവുമായിട്ട് ബന്ധമില്ല. ആദ്യത്തെ ആത്മാവിന് ആത്മാവുമായിട്ട് ബന്ധമില്ല. ആ രസം. അർത്ഥം സ്വയം, തന്നെ താൻ. ആത്മന പിന്നെ ആത്മാവ് കൊണ്ട്, ആത്മാനം തന്നെ തന്നെ, വീണ്ടും തന്നെ എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു. അവിടെ ആത്മാവ് എന്ന അർത്ഥമില്ല. ആത്മനി ആത്മാവിൽ സൃഷ്ടിക്കുന്നു. ഒക്കെ ആത്മാവാണ്ടതിനൊക്കെ ആത്മാവ് എന്നർത്ഥം പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ആത്മാവ് കർത്താവാണ് അവിടെ. ആത്മാവ്, ആത്മനി ആത്മാവിൽ, ആത്മാവിനാൽ ആത്മാവിനെ സൃഷ്ടിക്കുന്നു. വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യസമ്യകവസ്ഥിതം സത്യം പൂർണ്ണമനാത്യന്തം നിർഗുണം നിത്യം അവ്യയം ഋഷേ വിന്ദന്തി മുനയ പ്രശാന്ത ആത്മേന്ദ്രിയാശയ യഥാ തദേവ സത്തർക്കേ തിരോധീയേത വിപ്ലുതം. 2 ശ്ലോകത്തിൽ ആശയം മുഴുവനാവുന്നതുകൊണ്ടാണ് അത് ഒന്നിച്ച് പറഞ്ഞത്. ഇവിടെ പറയണ വിശുദ്ധം ശുദ്ധമായതും ഇതിനോടും ബന്ധമില്ലാത്തതും കേവലം ഏകവും, ജ്ഞാനം അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയതും, പ്രത്യക് സമ്യകവസ്ഥിതം എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെയും കാലം ബാധിക്കാത്തത് എന്നർത്ഥം. സമ്യകവസ്ഥിതം, സമ്യക് എന്ന് പറഞ്ഞാൽ മാറ്റം കൂടാതെ നിൽക്കുക. എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? മാറ്റം 2 തരത്തിലുണ്ടാവും. ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അരി അരച്ചിട്ട് അരിമാവാക്കണു, വെണ്ണ ഒരുക്കിയിട്ട് നെയ്യാക്കുക, നമ്മൾ ഉണ്ടാക്കണ മാറ്റമാണ്. ഈ നമ്മൾ ഉണ്ടാക്കാത്ത മാറ്റമുണ്ട്. നമ്മുടെ തല നമ്മൾ നരപ്പിക്കുന്നില്ലാവോ? കുറച്ച് കഴിഞ്ഞാൽ തന്നെ നരയ്ക്കുന്നത് കാലമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാലം ഉണ്ടാക്കുന്ന മാറ്റം, നമ്മളായിട്ടുണ്ടാക്കുന്ന മാറ്റം, ഇങ്ങനെ 2 രീതിയിൽ ഈ സംഗതികൾ മാറുന്നുണ്ട്. ആ മാറ്റത്തിന് വിധേയമല്ല ഭഗവാൻ. സ്വയവും മാറില്ല, വേറെ ആൾക്ക് മാറ്റാനും പറ്റില്ല, കാലത്തിന് മാറ്റാൻ പറ്റില്ല. ഒന്നിനും മാറ്റാൻ പറ്റാത്തതാണ് സമ്യകവസ്ഥിതം. സത്യം പരമാർത്ഥമായുള്ളതും എന്നും ഒരേപോലെ നിൽക്കുന്നതാണ് സത്യം. സദാ ത്രായതേ ഇതി സത്യ. സത്യത്തിൻ്റെ വ്യാഖ്യാനം എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കുന്നത് ആണ്. നമ്മളൊന്നും സത്യമല്ല എന്ന് പറയണത്. ഇതാ നമ്മളൊന്നും സത്യമല്ല എന്ന് പറഞ്ഞാൽ ശരിയാവുക?
എപ്പോഴും ഒരുപോലെയല്ല. അതന്നെ ഇപ്പം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉള്ള പോലെയാണോ നമ്മളിപ്പോൾ? ഇനി കുറേയും കൂടി കഴിഞ്ഞാൽ വീണ്ടും മാറ്റം വരും. തല മുഴുവൻ നരയ്ക്കും, പല്ല് പോവും, കൈ കൊണ്ട് വയ്യാണ്ടാവും, കാലുകൊണ്ട് വയ്യാണ്ടാവും അല്ലേ? ഈ മാറ്റം ഉള്ളത് കൊണ്ട് നമ്മൾ സത്യമല്ല ആത്മീയത്തിൽ എന്ന് പറയുന്നു. സദാ ഒരേപോലെ നിൽക്കുന്നതെന്തോ അത് സത്യം. സൂര്യൻ സത്യമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം അത് എപ്പോഴും ഒരുപോലെ തന്നെയാണ്. നമ്മൾ കാണാൻ പോലും ഇന്ന് വരെ സൂര്യന് മാറ്റം സംഭവിച്ചിട്ടില്ല. സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല. അത് സത്യമാണ്, നമ്മൾ അസത്യമാണ്. നിർഗുണം, സത്യരജസ്തമോ ഗുണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നത് നിത്യം, നാശമില്ലാത്തതും, നിത്യം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, അദ്വയം, ഇതിനോട് ഉപമിക്കാൻ മറ്റൊന്നില്ലാത്തതുമായ പ്രശാന്താത്മേന്ദ്രിയാശയ, ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയോട് കൂടിയ മുനിമാർ, അല്ലയോ നാരദ, ഈശ്വരനെ ഏതോ തരത്തിൽ അറിയണു. എങ്ങനെയോ അറിയണ്ടവർ, മുഴുവൻ അറിയണ്ടെന്നല്ല, അറിയാൻ കഴിയില്ല എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതിന് വിരോധമായിട്ടല്ല പറയണത്. എങ്ങനെയോ അവർ അതിനെ അനുഭവിക്കണു എന്ന് പറയുകയാണ് കൂടുതൽ ശരി. അറിയാണ്ടി അനുഭവിക്കാം. അവിടെ ഋഷയെ വിദന്തി മുനയ, ഋഷികളും മുനികളും ശാന്തമാക്കപ്പെട്ട മനസ്സോട് കൂടിയിട്ട് അതിനെ അറിയുന്നു. അറിയാത്തവർക്ക് ശാന്തത ഉണ്ടാവില്ല, ശാന്തത ഇല്ലാത്തവർക്ക് അറിയാനും കഴിയില്ല. ഈശ്വരനെ അറിയാൻ പ്രധാനം വേണ്ടത് ശാന്തമായ മനസ്സാണ്. അതിനാണ് മന്ത്രങ്ങളും ബാക്കിയുള്ള സംഗതികളൊക്കെ മനസ്സിനെ ശാന്തമാക്കാനാണ്. എന്നിട്ട് വേണം ഈശ്വരനെ മനസ്സിൽ കൊണ്ടുവന്ന് ആസ്വദിക്കാൻ. അല്ലാണ്ട് ഒരു കാര്യം തെറ്റിദ്ധരിക്കേണ്ട ആരും. ഒരു സ്തോത്രങ്ങളും മന്ത്രങ്ങളും ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഈ ഭാഗവത അക്ഷരടക്കം ശാശ്വതമായിട്ട് നമ്മുടെ ലക്ഷ്യമല്ല കേട്ടോ. ഇതൊക്കെ മാർഗങ്ങളാണ്, എല്ലാ മാർഗങ്ങളാണ്. ഭാഗവതം വായിക്കാതെ ഈശ്വരനിലേക്ക് എത്തിക്കൂടെ? എത്താം. സഹസ്രനാമം ചെല്ലാണ്ട് എത്താൻ പറ്റുമോ? വേക്കിങ് എത്തിക്കോളൂ. ആരാ ചെല്ലണം എന്ന് പറഞ്ഞത്? ചെല്ലിയിട്ടേ എനിക്ക് പറ്റുന്നുള്ളൂ, ചെല്ലിക്കോളൂ. അപ്പോൾ ഇതൊക്കെ മാർഗങ്ങളാണ്, എല്ലാ മാർഗങ്ങളാണ്. സഹസ്രനാമ മാർഗമാണ്, മന്ത്രം മാർഗമാണ്, ക്ഷേത്രം മാർഗമാണ്, ഭാഗവതം മാർഗമാണ്. ഇതൊന്നും ലക്ഷ്യമല്ല. ഇതിൽ കൂടെ നമ്മൾ എവിടെ എത്തണു? ലക്ഷ്യത്തിലെത്തണു. ലക്ഷ്യം എന്താ? ശാന്തമായിട്ടുള്ള മനസ്സ്. അപ്പോൾ മനസ്സ് ശാന്തമാവണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ ഇതൊക്കെ വേണ്ടി വരും. ഇതൊക്കെ കൊണ്ടേ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എവിടേക്ക് എത്തണം? ഇതൊന്നും അല്ലാത്ത ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തണം. ഇതല്ലാത്ത ലക്ഷ്യമാണ്, ഇതല്ല ലക്ഷ്യം. ഇതൊക്കെ ഇങ്ങനെ വായിച്ചിരുന്നതുകൊണ്ടൊന്നും നമുക്കൊന്നും എവിടെ എത്താനൊന്നും പറ്റില്ല. വിചാരിക്കുകയേ വേണ്ട, സംശയമില്ല ആ കാര്യത്തിൽ. ഇതൊക്കെ മനസ്സ് ശാന്തമാക്കാനുള്ള മാർഗമാണ്. ലക്ഷ്യം എന്താ? അനുഭവമാണ് ലക്ഷ്യം. ആ അനുഭവത്തിലാണ് എത്തിയാൽ പിന്നെ ഈ മാർഗങ്ങൾ തട്ടിക്കളയുന്ന ചെയ്യാം. അതിന് പ്രസക്തിയില്ല. വാർപ്പ് ഉറച്ചു കഴിഞ്ഞാൽ മുട്ടെടുത്ത് കളയുന്നത് പോലെ പിന്നെ മുട്ട് നിർത്തലില്ല. 22 ദിവസം കഴിഞ്ഞാൽ മുട്ടൊക്കെ മാറ്റി അവിടെ നിർത്തിയ കാര്യം നടക്കുമോ? അതെന്തിനാണ് കൊടുത്തത്? വാർപ്പ് ഉറയ്ക്കാൻ വേണ്ടി കൊടുത്തതാണ് കരാറുകാരൻ. പിന്നെ ആ മുട്ടൊക്കെ മാറ്റി അതിനെ വേറെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക ചെയ്യണം. അതുപോലെ മുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. സഹസ്രനാമത്തെ കൂടിയിട്ടും പൂജയെ കൂടിയിട്ടും ക്ഷേത്ര ദർശനമെങ്കിൽ ക്ഷേത്ര ദർശനം, ചിലക്ക് അത് കൂടെ അനുഭവം കിട്ടുമായിക്കോട്ടെ. പക്ഷെ അത് തന്നെ ലക്ഷ്യമായിട്ട് വിചാരിക്കരുത്. അത് തെറ്റാണ് അടിസ്ഥാനമായിട്ട്. അതല്ല ലക്ഷ്യം, അത് മാർഗമാണ്. യഥാ തദൈവ സത്തർക്കേ തിരോധീയേത വിപ്ലുതം. അപ്പോൾ എന്തു ചെയ്യും? അസത്തായിരിക്കുന്ന എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. ശാന്തമായിട്ടുള്ള മനസ്സായി കഴിയുമ്പോൾ സത്യം മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. സത്യം പൂർണ്ണം അനാദ്യന്തം നിർഗുണം നിത്യം അദ്വയം. ഋഷേ വിന്ദന്തി മുനയ പ്രശാന്താത്മേന്ദ്രിയാശയ. പ്രശാന്തമായിരിക്കുന്ന ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിവകളോടുകൂടി ഋഷിമാർ അല്ലെങ്കിൽ മഹർഷിമാർ ആ സത്യത്തെ അറിയുന്നു, അനുഭവിക്കുന്നു. അതാണ് ലക്ഷ്യം.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.